നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പേരൻറ്റിംഗ് ആണ്. പേരൻറ്റിംഗ് എന്ന വിഷയം എല്ലാവരും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണത് പേരൻറ്റിംഗ്. എന്താണ് പേരൻറ്റിംഗ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ സംഗതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ പേരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു കലയാണ്, ആർട്ടാണ്. ആർട്ട് നമ്മൾ പലതരം ആർട്ട് രൂപങ്ങളുണ്ട്. കളിമണ്ണ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കുന്നവരുണ്ട്, പടം വരയ്ക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ പല രീതിയിലും അവരുടെ ആ കഴിവ് പ്രദർശിപ്പിക്കുന്ന പല മെത്തേഡുകളാണ്. ഇതുപോലെ തന്നെയാണ് പേരൻറ്റിങ്. ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുമ്പോൾ തങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾ, അപ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടികൾ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം അവർക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പോൾ ദെൻ അവരെ നന്നായി അവരെ കൊണ്ടുപോകുക, അവളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവിടെ നമുക്ക് റബ്ബർ ഉപയോഗിച്ച് മായ്ച്ച് കളഞ്ഞൊരു രീതിയല്ല. അവിടെ നമ്മളൊരു കാര്യം നമ്മൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീടും അതിൻ്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ആഫ്റ്റർ അവരുടെ അഡൾട്ട് ലൈഫൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പരിണിത ഫലങ്ങൾ വളരെ അവരെ സ്വാധീനിക്കാറുണ്ട്. അത് അവർ വളരെ നല്ല രീതിയിൽ വളർത്തുന്ന ഒരു പേരൻ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ കുഞ്ഞ് മുന്നോട്ട് തൻ്റെ ജീവിതം നയിക്കുന്നതും, പിന്നീട് അല്ല മോശം രീതിയിൽ ഒരു മോശമായ സാഹചര്യത്തിൽ വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ രീതിയിൽ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പേരൻറ്റിങ്ങിന് പ്രധാനമായിട്ട് നമ്മളിവിടെ പറയുന്ന പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ 4 പേരൻറ്റിങ് സ്റ്റൈലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുമ്പോൾ അതോറിറ്റേറിയൻ പേരൻറ്റിങ് സ്റ്റൈലുണ്ട്, രണ്ടാമത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് സ്റ്റൈല്, ദെൻ പെർമിസീവ് പേരൻറ്റിങ് സ്റ്റൈൽ ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് അൺഇൻവോൾവ്ഡ് പേരൻറ്റിങ് സ്റ്റൈലാണ്. ഇതിൽ അതോറിറ്റേറിയൻ പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മൊത്തം കൺട്രോളിംഗ് ആണ്. അവിടെ സ്ട്രിക്റ്റ് റൂൾസാണ്. അവർ പേരൻസ് വെച്ചിരിക്കുന്ന റൂൾസ് തന്നെ ഈ കുട്ടികൾ അത് തന്നെ പിന്തുടരണം. അവർക്ക് പ്രത്യേകിച്ച് ഒരു ഡിസിഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായങ്ങളോ ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു കുട്ടി ഏത് കോഴ്സ് എടുക്കണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു കേസിനകത്ത് പറയുന്നത് മുതിർന്ന ആളാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വരുമ്പോഴും അവൾ പറയുന്നത് അവളുടെ ജീവിതത്തിലുണ്ടായ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് ഏത് കോഴ്സ് അവൾക്ക് എടുക്കണമെന്ന് പറഞ്ഞിരുന്ന കോഴ്സ് ഒന്നും അവളെ കൊണ്ട് എടുപ്പിച്ചില്ല. എല്ലാ കോഴ്സുകളും ഞാൻ +2 ആയപ്പം ഒരു കോഴ്സ് ചെയ്യാൻ ഇന്ന സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചു, അതെൻ്റെ ഫാദർ സമ്മതിച്ചില്ല. അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളാണ്, സമ്മതിച്ചില്ല. അടുത്ത ലെവൽ വന്നപ്പോഴും എല്ലാത്തിലും എൻ്റെ ഫാദറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ കുട്ടി ഇപ്പോൾ വന്ന കേസെന്ന് പറയുന്നത് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവളുടെ ഒരു ജോലി അവൾക്ക് റിസൈൻ ചെയ്യണം, ദെൻ നെക്സ്റ്റ് ഒരു ചോയ്സ് എടുക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല. അവിടെ ഡിസിഷൻ മേക്കിങ്ങിൽ അവൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇത് ഒരു അതോറിറ്റേറിയൻ പേരൻറ്റിങ് സ്റ്റൈലിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് കുഞ്ഞുങ്ങളുടെ തീരുമാനങ്ങൾക്കോ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനോ യാതൊരു പ്രാധാന്യം കൊടുക്കാതെ സ്ട്രിക്റ്റ് റൂൾസിനകത്ത് തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഭാഗം പേരൻറ്റിങ് സ്റ്റൈലാണിത്. ഇത് കുഞ്ഞുങ്ങളെ സാരമായിട്ട് ബാധിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ അഡൽട്ട് ലൈഫ് വരുമ്പോൾ അവർക്കൊരു വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയത്തില്ല. അവരവിടെ പതറി നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ഇത് നമ്മുടെ പേരൻറ്റിങ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന ഒരു കുഴപ്പം തന്നെയാണ്. ഇനി അടുത്ത പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് സ്റ്റൈൽ. ഈ സ്റ്റൈല് വളരെ, അതായത് കുഞ്ഞുങ്ങൾക്കും പേരൻറ്റിനും തുല്യ പ്രാധാന്യം എന്ന് പറയുമ്പോൾ പേരൻ്റായിട്ട് നിൽക്കുകയും കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. രണ്ടുപേർക്കും അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ റൂൾസ് ഉണ്ട്, അഴിച്ചുവിട്ടതുപോലെയല്ല, അവർക്ക് റൂൾസ് ഉണ്ട്, അവിടെ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും കുഞ്ഞുങ്ങളുടെ തീരുമാനങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ അഭിപ്രായത്തിനും ഒരു ചോയ്സ്, അവിടെ അവർക്ക് അഭിപ്രായങ്ങൾ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു യാത്ര പോകാൻ നേരത്ത്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഇന്നെടുത്ത് പോകാൻ പോവുകയാണ്, മക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്താ, അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി വാങ്ങിക്കാൻ പോവുകയാണ്, മക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് കുഞ്ഞുങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ വലിയ അറിവില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ അവരുടേതായ ചില ആശയങ്ങൾ പറയും, തെറ്റായിരിക്കാം. അപ്പോൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. ഈ പേരൻറ്റിങ് സ്റ്റൈൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കും, മക്കളെ നിങ്ങളുടെ ആശയങ്ങൾ കൊള്ളാം, പക്ഷേ ഇതിനകത്ത് കുറച്ച് പോരായ്മകളുണ്ട് എന്ന് വെച്ചാൽ വരായികൾ അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് കൃത്യതയോടെ കൊണ്ടുവരുന്ന ഒരു പേരൻറ്റിങ് സ്റ്റൈൽ. ഇങ്ങനെ വളരുന്ന കുട്ടികൾ ഭാവിയിലുണ്ടാകുന്ന ഇവരുടെ ഗുണമെന്ന് പറയുന്നത്, ഗുണങ്ങൾ ഉണ്ടാകുന്നത് ഇവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലഞ്ചസ് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ ആ ചലഞ്ചസിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും
അവർ ആ ചലഞ്ചസ് ഓവർകം ചെയ്യാൻ അവർ ഈ ചെറുപ്രായത്തിൽ തന്നെ അവർ പഠിച്ചു വരും. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അഡൽട്ട് ലൈഫിലായിരിക്കാം, ഈ കുഞ്ഞു കാലത്തായിരിക്കത്തില്ല. പക്ഷേ ഈ സ്റ്റൈല് ശരിയാണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്ത് വ്യക്തമായ ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ കഴിയും. അവർ പറയുന്ന കാര്യങ്ങളിലും അവർ പറയുന്നത് അവരുടെ ആ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ അവർ പറയുമ്പോൾ അതിൻ്റെ വരും വരായികൾ അവരൊന്ന് ചിന്തിക്കും, തലയിൽ അവരൊന്ന് ചിന്തിക്കും, അവരുടെ ഒരു കൊഗ്നീഷൻ വർക്ക് ചെയ്യും. അവർ ചിന്തിക്കുക പണ്ടത്തെ ആ സ്റ്റൈൽ, അവരെ പാറ്റേൺ, അതായത് അവർ ചിന്തിക്കും വരും വരായികളുണ്ടല്ലോ, ഇന്ന കാര്യം ചെയ്യുമ്പോൾ വരും വരായികളുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് അവരെത്തും. ഈ ഒരു പേരൻറ്റിങ് സ്റ്റൈലും വളരെ വളരെ ഒരു നല്ല പേരൻറ്റിങ് സ്റ്റൈലാണ് ഈ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് സ്റ്റൈൽ എന്നത്. കുഞ്ഞുങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, മാതാപിതാക്കൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഈ പേരൻറ്റിങ് സ്റ്റൈൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൗൺസിലിംഗ് സെഷൻസൊക്കെ ഞങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ കാണുന്നതാണ്, യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഉടുപ്പ് ഇപ്പോഴും വളർന്ന ഒരു 20 വയസ്സായ അല്ലെങ്കിൽ ഒരു 19 വയസ്സായ ഒരു കുഞ്ഞിനെയും ഉടുപ്പ് അമ്മ സെലക്ട് ചെയ്യും. ഷോപ്പിൽ പോയാൽ അമ്മ സെലക്ട് ചെയ്യും. അവന് ചോയ്സ് അറിയത്തില്ല, അവൻ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് അവനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവിടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു, അതിട്ട് കൊടുക്കുന്നു, അമ്മ പറഞ്ഞു കൊടുക്കുന്നു, അതിട്ട് കൊടുക്കുന്നു. ഇതിനപ്പുറം അവനൊരു ലോകം അറിയാത്ത രീതിയിൽ. പക്ഷേ അങ്ങനെയല്ല, ഈ അതോറിറ്റേറ്റീവിനകത്ത് അങ്ങനെയല്ല ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ കുഞ്ഞുങ്ങൾ എടുക്കുന്നതിന് കൊള്ളാം, നന്നായിട്ടുണ്ട് മക്കളെ, ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഒരു മോശം ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ടൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകാൻ നേരത്ത് അവനൊരു മോശം ഉടുപ്പിട്ടുകൊണ്ട് വരുമ്പോൾ പുള്ളിയും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നത് ആ പാർട്ടിക്ക് യോജിച്ച ഉടുപ്പ് അല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല, അച്ഛന് മനസ്സിലായെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റൈൽ ഈ അതോറിറ്റേറ്റീവിനകത്ത് ചെയ്യുന്നത്. മോനെ ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്, പക്ഷേ നമ്മളീ പോകുന്ന പാർട്ടിക്ക് ഇത് കുറച്ചും കൂടെ അമ്മ എടുത്തു തന്ന ഉടുപ്പ് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് അമ്മയ്ക്ക് തോന്നുന്നു, അമ്മയ്ക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അമ്മ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവനവിടെ ചിന്തിക്കാൻ തുടങ്ങും. നമ്മളവിടെ ഒരു തുണ്ടിട്ട് കൊടുക്കുകയാണ്, അതായത് ചിന്തിക്കാനും തുടങ്ങും. ശരിയാണല്ലോ അമ്മ പറഞ്ഞത്, എൻ്റെ ഉടുപ്പ് കൊള്ളാം, എൻ്റെ സെലക്ഷൻ കൊള്ളാം, പക്ഷെ അമ്മ പറഞ്ഞത് ഈ പാർട്ടിക്ക് മറ്റേ ഉടുപ്പ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ദെൻ അവൻ സെലക്ട് ചെയ്യും. ഇത് നമ്മൾ പറയുന്ന ആ ചെറിയ കുട്ടിക്കാലത്തെ ഈ സെലക്ഷൻ പഠിച്ചാൽ തന്നെ, ചോയ്സ് പഠിച്ചാൽ തന്നെ, ഡിസിഷൻ എടുക്കും പഠിച്ചാൽ തന്നെ, വലിയ മുതിർന്ന് വരുമ്പോൾ അഡൽട്ട് ലൈഫിൽ വരുമ്പോൾ ഇതിൻ്റെ നല്ലതായ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കിട്ടും, നല്ല രീതിയിൽ അത് കിട്ടും. അതോറിറ്റേറ്റീവ് പെൻഡിങ് വളരെ നല്ലൊരു പെൻഡിങ് സ്റ്റൈൽ. ഇനി പെർമിസീവ് എന്ന് പറയുമ്പം കുട്ടികളുമായിട്ട് ഒരു ഫ്രണ്ടിൻ്റെ രീതിയിൽ ഇടപെടുന്ന ഒരു പേരൻറ്റിങ് സ്റ്റൈലാണ്. ഈ സ്റ്റൈലെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് കുട്ടികൾ ഫ്രണ്ട്സിനെ പോലെ അമ്മ ഫ്രണ്ട്സ് ഈ രീതിയിൽ അങ്ങോട്ട് പോകുന്നു. അവിടെ അവർക്ക് കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്കിലും അത് തീർത്തും അങ്ങ് ഈ ഒരു പേരൻറ്റിങ് സ്റ്റൈൽ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തീർത്തും അങ്ങ് ഫ്രണ്ട്സ് നമുക്കൊരിക്കലും കുട്ടികൾ ഫ്രണ്ടല്ല. അമ്മയും അച്ഛൻ തന്നെയാണ്, ഫ്രണ്ടല്ല. അവിടെ പെർമിഷനുണ്ട് എങ്കിൽ തന്നെയും ഒരു ഫ്രണ്ടിനെ പോലെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇതിനകത്ത്. ഈ പേരൻറ്റിങ് സ്റ്റൈലിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ബട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബോർഡർ ലൈൻ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ പഠിക്കണം. കീപ്പ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഇവർ ചിലപ്പോൾ നാളെ ഒരിക്കൽ നമ്മളെ തോളത്തിട്ട് കൈയിട്ടിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അത് സഹിക്കാനുള്ള ഒരു കഴിവും കൂടെ ഈ പേരൻസ് ഉണ്ടാക്കിയെടുത്തോണം. അല്ലെങ്കിൽ ചിലപ്പം കൂട്ടുകാരോട് എന്ന പോലെ ആയിരിക്കും പെരുമാറുന്നത്, അവിടെ നമ്മൾ വേദനിക്കാൻ ഇടയാകരുത്. അപ്പോൾ പെർമിസീവിനകത്തും ചില ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ കുറേ നല്ല പോയിൻറ്റ്സും ഉള്ള നല്ല രീതികളുമുള്ള ഒരു പേരൻറ്റിങ് സ്റ്റൈലാണ് പെർമിസീവ് പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് അൺഇൻവോൾവ്ഡ് പേരൻറ്റിങ് സ്റ്റൈൽ. ഈ സ്റ്റൈലെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കുട്ടികളുടെ വഴി, അമ്മയ്ക്ക് അമ്മയുടെ വഴി, അച്ഛന് വഴി. ചിലപ്പോൾ അമ്മയ്ക്ക് ഫ്രണ്ട്സ് കാണും, അല്ലെങ്കിൽ അമ്മയ്ക്ക് മൊബൈലിൽ ചാറ്റിങ് കാണും, അല്ലെങ്കിൽ മൊബൈൽ മീഡിയാസിനകത്ത് ആയിരിക്കും അമ്മ എപ്പോഴും. അച്ഛൻ്റെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വൈകുന്നേരത്തെ എന്തെങ്കിലും പാർട്ടികൾ, ഇങ്ങനെ അവരവരുടെ ലോകത്തിലേക്ക് പോലെ, അല്ലെങ്കിൽ ഓഫീസ്. ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം വളരെ വ്യക്തമായ എൻ്റെ കൗൺസിലിംഗ് സെഷനിൽ ഞാൻ കണ്ട ഒരു കേസിനകത്ത് പറയുന്നു, ഒന്നല്ല 1-2 കേസ് അങ്ങനെ സെയിം വന്നു. ഈ ടെക്കീസ് ടെക്നോ പാർക്കിലൊക്കെ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിലൊക്കെ ജോലി ചെയ്ത 1-2 കേസുകൾ എൻ്റെ അടുക്ക വന്നതിൽ പറയുന്നത്, അവർ ചെയ്യുന്ന അവരുടെ വർക്ക് ചിലപ്പോൾ അർദ്ധരാത്രിയിലൊക്കെ അവരുടെ വർക്കുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഫാമിലിക്ക് വലിയ ബന്ധങ്ങൾ, കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരു പ്രശ്നമായിട്ട് തീരാറുണ്ട്. അപ്പോൾ അവർ ആ ലോകത്തങ്ങ് ഇരിക്കുമ്പോൾ വർക്ക് ഹോളിക്കായിട്ട്
അതായത് എപ്പോഴും വർക്ക് ഹോളിക്കായിട്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവർക്കും ഫീലിങ്സ് ഉണ്ട്, അവർക്ക് അവരുടേതായ പല കാര്യങ്ങളുണ്ട്, വളർച്ചയ്ക്ക് അനുയോജ്യമായ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരവരുടെ വഴിയെ പോകും. ഫ്രണ്ട്സിനെ ചിലപ്പം തിരഞ്ഞെടുക്കാം, അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കാം, ഈ വഴിയെ പോകും. അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ. കഴിഞ്ഞ ദിവസം വന്ന ഒരു കേസ്, ഗൾഫിൽ നിന്ന് കുവൈറ്റിൽ നിന്നൊരു കേസ്, വളരെ ചെറിയൊരു കുട്ടി, 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു മോള്, നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു മോള്, അവർ വന്നിട്ട് പറഞ്ഞ കേസ് എന്ന് പറയുന്നത്, ആ കുട്ടിക്ക് എപ്പോഴും ഫോണിൽ, അപ്പൻ നേഴ്സാണ്, അമ്മ നേഴ്സാണ്, രണ്ടുപേരും ജോലിക്ക് പോകും. അപ്പം ഇളയ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, ആ കുട്ടിയെ വളർത്തിയെടുത്തത് 8th സ്റ്റാൻഡേർഡ് വരെ. ഇപ്പോഴാണ് അവൾ 8th സ്റ്റാൻഡേർഡ്. മറ്റേ കുട്ടി ഇപ്പോൾ ഒരു 4 ഇയേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, 3 or 4 ഇയേഴ്സ്. അപ്പോൾ ആ കുഞ്ഞിനെ വളർത്തിയത് അമ്മ തന്നെ പറയാണ് ഈ മോളാണ് വളർത്തിയത്. പക്ഷേ ഇപ്പോൾ അവർ കൊണ്ടുവന്ന കേസ് എന്ന് പറഞ്ഞാൽ, ഇവൾ റൂമിനകത്ത് കയറി അടച്ചിങ്ങനെ ഇരിക്കുക, അവളുടെ ലോകത്തിൽ ഇങ്ങനെ അടച്ചിരിക്കുക. അതിനു മുമ്പ് ഫോണിൽ നിന്ന് കണക്ട് ചെയ്ത് ഇവൾ പലരുമായിട്ട് പല സംശയങ്ങളും ചോദിച്ചത് കൂട്ടുകാരോട് മോശമായിട്ട് അവർക്ക് തോന്നി. ഞാൻ പറഞ്ഞു, അയ്യോ, മോളെ ഇരുത്തിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ആൻറ്റി ഈ കാണുന്ന ഒന്നുമല്ല അവരുടെ രീതികൾ, ആൻറ്റി കണ്ടതൊന്നും. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അപ്പം പറഞ്ഞത്, അവരവരുടെ ലോകത്ത് ആൻറ്റി, ഞാൻ എൻ്റെ ലോകത്തും. ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഇപ്പോൾ ഫോണിനകത്ത് ഞാൻ കൂട്ടുകാരികളായിട്ട്, മോശമായിട്ടൊന്നുമല്ല ആൻറ്റി, പക്ഷേ ഞാൻ കൂട്ടുകാരികളുമായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങൾ വന്നു. അപ്പോൾ അവൾ പറഞ്ഞ ഒരു സംശയം ഞാൻ തുറന്ന് പറയട്ടെ. അവൾ വെർജിനിറ്റിയെക്കുറിച്ച് ചോദിച്ചു. വെർജിനിറ്റിയെക്കുറിച്ചാണ് കൂട്ടുകാരോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഈ അമ്മ തിരിച്ച് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവരത് വലിയ ഇഷ്യൂ ആക്കി. വെർജിനിറ്റിയെക്കുറിച്ച് 8th സ്റ്റാൻഡേർഡുകാർ ചോദിച്ചു. അപ്പോൾ ഈ അടുത്ത സെഷനിൽ ഇവർ അമ്മയും പപ്പയും എല്ലാം വിളിച്ചു ഇരുത്തി, മോളെ വെളിയിലിരുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാണുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ എന്തില്ല? കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ പറഞ്ഞു, ശരിയാമ്മ. ഞാൻ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ എന്താണ് വെർജിനിറ്റി? 8th സ്റ്റാൻഡേർഡ് ആയില്ലേ, എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട പ്രായമല്ലേ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മുടെ ശരീരത്തുള്ളതല്ലേ, നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ എന്താണ്? ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, എൻ്റെ കൂടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങളൊരു മെയിൽ നേഴ്സും ഫീമെയിൽ നേഴ്സുമായിട്ട് രണ്ടുപേരും നേഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന, ആ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, അവർക്ക് എന്തുകൊണ്ട് അവർ പഠിച്ച കാര്യങ്ങളല്ലേ, വെർജിനിറ്റി പറഞ്ഞു കൊടുത്തൂടെ? ഞാൻ എന്നിട്ട് കുട്ടിക്ക് വിശദമായിട്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അൺഇൻവോൾവ്ഡ് പാരൻറ്റിങ് സ്റ്റൈൽ. അപ്പനും അമ്മയാ, ശിക്ഷിക്കാൻ മാത്രം, അല്ലെങ്കിൽ അതുമില്ല, ശിക്ഷയുമില്ല, കൺട്രോളില്ല. അവർക്ക് അവരുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഇവിടെ വളരെ ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണം പോലെ കുഞ്ഞിൻ്റേതായ വഴി തിരഞ്ഞെടുത്ത് ചിലപ്പം വഴിതെറ്റിയ മാർഗ്ഗങ്ങളിലേക്ക് പോകാം. കാരണം അവർക്ക് കൊഗ്നീഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ടീനേജ് പ്രായത്തിൽ അവരെല്ലാം ഇമോഷണലിയാണ് അവർ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ബുദ്ധിപരമായൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവിലേക്ക് അവരെത്തിയിട്ടില്ല. അപ്പോൾ അവർക്ക് വഴിതെറ്റിപ്പോകാൻ സാധ്യതകൾ ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? എല്ലാം വരുന്നത് അവരുടെ തന്നെ. മോളെ അല്ല ഞാൻ കുറ്റം പറഞ്ഞത്, മോളെ അല്ല, ഞാൻ അവരോട് തന്നെ പറഞ്ഞു, എനിക്ക് അവളെ ഒന്നും പറയാനില്ല, നല്ലൊരു കുട്ടിയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളോടാണ്. നിങ്ങൾ വെർജിനിറ്റി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ കുട്ടി വേറൊരാളോട് ചോദിക്കത്തില്ല, വലിയ ഇഷ്യൂ അല്ല, നോർമലായിട്ട് പറഞ്ഞു കൊടുക്കാം, മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. അവിടെ അൺഇൻവോൾവ്ഡ്. അപ്പോൾ ഏറ്റവും നല്ല ഒരു പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവായിട്ട് നമ്മൾ കറക്റ്റ് അവരുടെ ഡിസിഷൻ എടുക്കാനും അവരുടെ ആ തീരുമാനങ്ങൾക്ക് വില കൊടുത്തും ഒരു പാർട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ഒരു അപ്പന്, അമ്മ, 2 കുഞ്ഞുങ്ങൾ, ഫാമിലി, അവർ ഇത്രയും പേരും കൂടെ ഇൻക്ലൂഡ് ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോയാൽ ആ ഒരു പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് നല്ലൊരു കുഞ്ഞായിട്ട് എങ്ങും തോറ്റു പോകാത്ത നല്ല കോൺഫിഡൻസ് ഉള്ള, അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്ങിനകത്ത് പറയുന്ന കുഞ്ഞുങ്ങൾ നല്ല കോൺഫിഡൻസ് ലെവലുള്ളവരായിരിക്കും, സെൽഫ് എസ്റ്റീം ഉള്ളവരായിരിക്കും. ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുവരുന്നതിൽ പ്രായക്കാരിലായാലും മറ്റുള്ളവരിലായാലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ഇല്ല, സെൽഫ് കോൺഫിഡൻസ് ഇല്ല, പതറിപ്പോകുന്നു. കുഞ്ഞുങ്ങൾ ഈ കോമ്പറ്റീറ്റീവ് യുഗത്തിൽ പതറിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ കുഞ്ഞുങ്ങളെ നല്ല പാരൻറ്റിങ് സ്റ്റൈലിൽ വളർത്തിയെടുത്താൽ നിങ്ങൾക്ക് അഭിമാനിക്കത്തക്ക കുഞ്ഞുങ്ങളായി അവർ തീർച്ചയായിട്ടും നല്ലൊരു തലമുറയെ നിങ്ങൾക്ക് തന്നെ വാർത്തെടുക്കാൻ പറ്റും. ഒരു ശില്പി അവൻ്റെ കളിമൺ പ്രതിമയെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വളരെ വളരെ കൃത്യതയോടെ, വളരെ ശ്രദ്ധയോടെ വാർത്തെടുക്കാൻ പറ്റും, ഏകാഗ്രതയോടെ വാർത്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ കണ്ണുകളെ കുഞ്ഞുങ്ങളിലായിരിക്കട്ടെ, അവർ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, നിങ്ങളിന്ന് ഒരിക്കലും അവർ വിട്ടുപോവുകയില്ല. അപ്പം ഈ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ.